ഹേ ഗൈസ്, വെൽക്കം ടു സ്മോൾ ഫൈൻസ് അക്വേറിയം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഫുള്ളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മൾ അരോണ മേടിച്ച കാര്യം അറിയാമല്ലോ. ആ ഒരു ചെറിയൊരു ടാങ്കിലാണ് ഇത് അരോണ ഇപ്പോൾ കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു. നമ്മുടെ ഈ ഒരു ടാങ്കിലാണ് ഇപ്പോൾ അരോണ കിടക്കുന്നത്. അപ്പോൾ ഒത്തിരി നാൾ നമ്മൾ അരോണ അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് നിന്നു പോകുമെന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഇടുന്ന ടാങ്കിനനുസരിച്ച് അതിൻ്റെ വലിപ്പം വെക്കത്തുള്ളൂ. നമ്മളപ്പോൾ എത്ര ഫുഡ് കൊടുത്താലും ചിലപ്പം വലിപ്പം വെച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ നമ്മുടെ പോണ്ടും നമ്മുടെ ഫിഷ് ടാങ്കും കാര്യങ്ങളും എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ ഒരെണ്ണം സെറ്റ് ചെയ്തതായിരുന്നു, പക്ഷേ അതിപ്പം ഞാൻ ഫുള്ള് പായലും അതെല്ലാം എടുത്തു. ഈ ഒരു നമ്മളെല്ലാ ഫിഷിനെയും കൂടെ ഒരുമിച്ചായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മുടെ നിയോൺ സീബ്ര, അതിനെ നമ്മൾ വേറെ എണ്ണത്തിലോട്ട് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ വെവ്വേറെ ഫിഷിനെ വെവ്വേറെ ടാങ്കിലോട്ട് സെപ്പറേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നമ്മളിത് ഈ ഒരു പാത്രങ്ങൾ 2 എണ്ണവും കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോണ്ടിലോട്ടാണ് നമ്മളിനി അരോണെ കൊണ്ടുവിടാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് കണ്ടാൽ പ്ലാറ്റിയും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗപ്പിയും കിടപ്പുണ്ട്. ആ ഒരു അതിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പ്ലാറ്റി എല്ലാം കൂടെ ഈ ഒരു ടാങ്കിലോട്ടാക്കും. ഇതിൻ്റെ അകത്തും പ്ലാറ്റികളാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പ്ലാറ്റി എല്ലാം കൂടെ ഇതിൻ്റെ അകത്താക്കും. പിന്നെ വേറെ ഒരു ഗപ്പി കിടപ്പുണ്ട്. നമ്മൾ മറ്റേ ഗപ്പി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നില്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇവിടെയുള്ള ഗപ്പിയാണ് കിടക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഉണ്ടായ ഗപ്പി അല്ല, നമ്മൾ മേടിച്ച വേറെ സെപ്പറേറ്റ് ഇല്ല. പിന്നെ നിങ്ങൾക്കിപ്പോൾ കണ്ടാലോ ഈ ഒരു ഫോണ്ടിൽ ഞാനിങ്ങനെ പ്ലാന്റ് കുറച്ച് നമ്മുടെ ഈ പറമ്പിലൊക്കെ കാണുന്ന പ്ലാന്റ് കുറച്ച് സെറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം നമുക്ക് ഫോണ്ടിൽ കുറച്ച് ഒരു ക്ലൗഡി ആയിട്ടാണ്. പക്ഷേ നേരത്തെ മീനെ ഒട്ടും കാണാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ ക്ലിയർ ആയി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഫിൽറ്ററിൽ കാർബണും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മളപ്പോൾ ഇത് ഫുള്ള് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അരോണ ഇതിൻ്റെ അകത്തോട്ട് മാറ്റി ബാക്കി ഫിഷുകളെ എല്ലാം സെപ്പറേറ്റ് ടബിലാക്കിയിട്ട് നമ്മൾ ഇത് ഫുള്ള് റീഅറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. കാരണം നമുക്ക് മറ്റേ ഫിഷിനൊന്നും അങ്ങനെ എയറും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മാറ്റി വെച്ചാലും എനിക്ക് എയർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ നമുക്ക് അരോണയ്ക്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ്. അത് നമുക്ക് എങ്ങനെയും അതിനെ ഒന്ന് വളർത്തി മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറാക്കി വലുതാക്കി എടുക്കണം. കാരണം വലുതാണെന്നാണല്ലോ അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അത് വലുതാക്കി എടുക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ അതിനെ മേടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് പുതിയത് ചെയ്യാമെന്നുള്ളത്. സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടത്. നമ്മൾ ചെറിയ ടാങ്കിൽ നമ്മൾ ബേബി അരോണെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗ്രോത്ത് നിന്നു പോകും. ആ ഒരു സൈസിലേ അതാകത്തുള്ളൂ എന്ന് കണ്ടത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ മാറ്റിയേക്കാം. കാരണം എപ്പോഴും ഇതിന് വെള്ളം മാറ്റുന്ന കാര്യം അത്ര നല്ലതെന്നല്ല പറയുന്നത്. കാരണം ടാങ്കിൻ്റെ എൻവയോൺമെൻറ്റ് പെട്ടെന്ന് മാറുന്ന അത്ര നല്ലതല്ല. അപ്പം എന്തായാലും ഇന്നെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം.
അപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ പോണ്ടുകളെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. ഇതിൻ്റെ അകത്തെല്ലാം ഫിഷിനെയും കാര്യങ്ങളും എല്ലാം ഇട്ടു. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം, നമ്മൾ ആ സീബ്രാസിനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ഗപ്പിയെ ഇട്ടിട്ടുണ്ട്. ഇത് വേറെ ഒരു വെറൈറ്റി ഗപ്പിയാണ്, അതിപ്പോൾ ഏതോ വഴി പോയേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കണ്ടാലറിയാം, ഞാൻ നേരത്തെ ഇത് കുറച്ച് പൊക്കിയായിരുന്നു വെച്ചിരുന്നത്. ഇതെല്ലാം ഞാനിപ്പോൾ താത്തി വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്കിനും എന്തോ മീൻ ഇങ്ങനെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫീല്, അത് അധികം നീന്താതെ നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് തന്നെ ഒരു ജയിലിട്ട പോലത്തെ ഒരു അവസ്ഥ തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ അത് താത്തി വെച്ചു. അപ്പം അത്യാവശ്യം ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവും, പിന്നെ മീനിന് വേണ്ടിയപ്പോൾ ഇറങ്ങി നടക്കുകയും ചെയ്യാം. അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. മറ്റേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊക്കി വെച്ചിട്ട് നമ്മുടെ പാരൻറ്റ് ഫിഷ് അപ്പുറത്തോട്ട് പോകാതെ ഇരിക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനങ്ങനെ ചെയ്തപ്പോഴത്തേക്കിന് ഇതിങ്ങനെ ഒരു സ്റ്റില്ലായിട്ട് നിൽക്കുന്ന പോലെ തോന്നി, ഒരു ലൈവ്ലി അല്ലാത്ത പോലെ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റി ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിലെ നമ്മൾ pH ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വെച്ചേക്കാണ്. അപ്പോൾ ഇനിയും പോയി അരോണ എടുക്കാം. എത്ര പ്രാവശ്യത്തെ ഇടിയിലായി. മീനെ കാണിച്ചു. ഹായ് 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 ഹായ്. ഓ, വലിയ ഏറിയ കിട്ടിയ